شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ആയത്ത് വിശദമായി പഠിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സദഖല്ലാഹുൽ അലിയുൽ അസീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അനുചരന്മാരോടും തഹജ്ജുദ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂട്ടാനോ കുറക്കാനോ എന്തായാലും രാത്രി കുറച്ചെങ്കിലും നിന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം പരിശുദ്ധ ഖുർആൻ സാവധാനം അർത്ഥമാലോചിച്ച് ഓതണം എന്ന കൽപ്പനയാണ് കൊടുക്കുന്നത്. വറത്തിലിൽ ഖുർആന തർത്തീലായി ഓതുക. പരിശുദ്ധ ഖുർആനത്തിൻ്റെ മര്യാദകളും തർത്തീലായി ഓതുന്നതിൻ്റെ പ്രത്യേകതകളും ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. വലിയ ശ്രേഷ്ഠതകളാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനുള്ളത്. നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മളെ തന്നെ മാറ്റാൻ കഴിയുന്ന, നമ്മുടെ മനസ്സ് മാറ്റാൻ, നമ്മുടെ ശരീരത്തെ മാറ്റാൻ ആ ഓത്തിന് കഴിയും എന്നത് അവിതർക്കിതമാണ്. ശരിയായ രൂപത്തിലുള്ള തർത്തീൽ സഹിതമുള്ള ഓത്താണെങ്കിൽ, അർത്ഥമറിഞ്ഞുള്ള അല്ലെങ്കിൽ ഫലമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ആ വിശ്വാസത്തോടെയുള്ള ഓത്താണെങ്കിൽ മനസ്സും മാറും, ശരീരവും മാറും. നമ്മളതിന് പാകപ്പെടണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളതിന് പാകപ്പെടണം. ഖുർആൻ എല്ലാറ്റിനും ശിഫയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എല്ലാറ്റിനും ശിഫയാണ് പരിശുദ്ധ ഖുർആൻ. ചില അസുഖങ്ങൾക്കെന്നല്ല, ഖുർആൻ ശിഫയാണെന്നാണ് പറഞ്ഞത്, ഇന്നതിനെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാറ്റിനും ശിഫയാണെന്നാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പലവട്ടം ഊതിയിട്ടും ഒന്നും ചിലപ്പോൾ ശിഫ കിട്ടാറില്ല. അങ്ങനെ പലർക്കും പരാതിയില്ല. കുറേ ഫാത്തിഹ ഊതി നോക്കി, കുറേ ആയത്തിൽ കുറിച്ച് ഊതി നോക്കി, എന്നിട്ടൊന്നും മാറ്റം വരുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്, അല്ലേ? പലരുടെയും പരാതിയാണത്. സർവ്വ തങ്ങന്മാരുടെ അടുത്ത് ഉസ്താമാരുടെ അടുത്തൊക്കെ പോയി ഒന്നും മാറണില്ല. ഈ ഉസ്താമാരും തങ്ങന്മാരും ചെയ്യൽ പരിശുദ്ധ ഖുർആൻ ഹദീസുകൾ കൊണ്ടും ശർഈയ ദിക്റുകൾ കൊണ്ടൊക്കെയുള്ള ചികിത്സകളാണ് കാര്യമായിട്ട് ചെയ്യുക. എന്നിട്ടും മാറുന്നില്ല. ഈ ഒരു പരാതി ഗൗരവതരമാണ്. കാരണം നമ്മുടെ ഈ പരാതി പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെതിരാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്കും എതിരാണ്. എന്താണ് ആയത്ത്? സൂറത്ത് ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. അല്ലാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണത്. നബി അങ്ങ് പറയണം, പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ഹുദയും ശിഫയുമാണ്. അതിൽ സന്മാർഗവുമുണ്ട്, ശിഫയുമുണ്ട്. അപ്പോൾ ഖുർആൻ ഓതിയിട്ട് ചില കാര്യങ്ങൾ, ചില അസുഖങ്ങൾ മാറണില്ല എന്ന് നമ്മൾ പരാതി പറയുകയാണെങ്കിൽ ഈ ആയത്തുമായിട്ട് അവിടെ എതിരായില്ലേ? അപ്പോൾ അവിടെ എന്തൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായില്ലേ? സൂറത്ത് യൂനുസിൽ 57-ലുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, മനസ്സിലുള്ളതിന് ശിഫയും വന്നിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിൽ 82-ൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീന വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആനിൽ നിന്ന് നാം ഇറക്കും മാ ഹുവ ശിഫാഉൻ, ശിഫയായത് ഇറക്കും, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് കരുണയും. മുഅ്മിനീങ്ങൾക്ക് കരുണയും ശിഫയും നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇറക്കും. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇറക്കും. വനുനസ്സിലു മിനൽ ഖുർആൻ. മുഫസ്സിറുകൾ പ്രത്യേകം പറയുന്നു, അവിടെ മിൻ എന്നത് ചിലതിനെ സൂചിപ്പിക്കാനല്ല, തബഈദിനെ സൂചിപ്പിക്കാനല്ല, ജിൻസിനെ സൂചിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ശിഫ തരും എന്നല്ല, അല്ലെങ്കിൽ ഖുർആനിൽ ചില ആയത്തുകൾക്ക് ശിഫ ഉണ്ടെന്നല്ല. ഖുർആൻ മുഴുവനും ശിഫയാണ്. ഷിഫ എന്ന ജിൻസിനെ പറയാനാണ് പറഞ്ഞത്. ഖുർആൻ എന്ന മുഴുവൻ, അല്ലാതെ കുറച്ച് ആയത്തുകൾ ശിഫയുടെ ആയത്താന്നല്ല, എല്ലാം അങ്ങനെയാണെന്നാണ്. വനുനസ്സിലു മിനൽ ഖുർആനി.
പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഇറക്കും. മാഹു ഷിഫാഉൻ, ഷിഫ ഇറക്കും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഷിഫ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ ആയത്തിൽ നിന്നൊക്കെ മനസ്സിലായില്ലേ. എന്നിട്ട് നമ്മളെ പരാതി എന്താ, ചില ആയത്തുകൾ ഓതുമ്പോൾ നമ്മളങ്ങനെ ഊതിയിട്ട് എന്താണില്ല, മാറണില്ല അല്ലേ. സർവ്വ ആൾക്കാരത്തും പോയി സർവ്വ തങ്ങന്മാരത്തും പോയി മാറണില്ല. അപ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹുവ ശിഫാഉ താമ്മു മിൻ ജമീഇൽ അദവാഇൽ ഖൽബിയ്യ മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യത്തി വൽ ബദനിയ്യത്തി വ അദ്വാഇ ദുനിയ വൽ ആഖിറ. പരിശുദ്ധ ഖുർആൻ എന്നത് പരിപൂർണമായ ശിഫയാണ് എല്ലാ അസുഖങ്ങൾക്കും. ഖൽബിയാവട്ടെ, ശാരീരികമാവട്ടെ, ദുന്യവിയാവട്ടെ, ഉഖ്റവിയാവട്ടെ, എല്ലാറ്റിനും പരിശുദ്ധ ഖുർആൻ മരുന്നാണ്, എല്ലാത്തിനും മരുന്നാണ്. പക്ഷെ അവിടെ എന്താ അറിയോ, ആ മരുന്ന് ഏൽക്കാനുള്ളൊരു യോഗ്യത നമുക്കുണ്ടോ എന്നതാണ് വിഷയം. ആ മരുന്ന് ഇങ്ങോട്ട് ഫലിക്കണ്ടേ, ആ ഫലിക്കാനുള്ള യോഗ്യത നമ്മുടെ മനസ്സിനും ശരീരത്തിനുണ്ടോ എന്നുള്ളതാണ് വിഷയം. നല്ല ഈമാനും നല്ല വിശ്വാസവും നല്ല ഉറപ്പും എന്താണ് പറയുക, ഇങ്ങനെയുള്ള എല്ലാ ചികിത്സകളൊക്കെ അങ്ങോട്ട് എല്ലാ ഷർത്തുകളും ഒത്തിട്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് ചികിത്സിക്കുന്നത് എങ്കിൽ അള്ളാഹിൻ്റെ കലാമിന് മുമ്പിൽ തടസ്സം നിൽക്കാൻ എന്ത് സാധനം പഠിച്ചോൻ്റെ ദുനിയാവിലുള്ളത്? ഏത് അസുഖമാണ് റബ്ബിൻ്റെ കലാം മുമ്പിൽ വന്ന് തടസ്സം നിൽക്കുക, ഞാൻ മാറ്റിത്തരില്ല എന്ന് പറഞ്ഞിട്ട്? പരിശുദ്ധ ഖുർആനോടെ മുന്നിലുണ്ടെങ്കിൽ ഏത് അസുഖം പായൂലേ, മണ്ടൂലേ? ഏത് അസുഖമാണ് അള്ളാഹുവിൻ്റെ കലാമിനോട് കടപിടിക്കുന്നത്? അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ശിഫയാണ്. ഒരു മലയുടെ മുകളിൽ പരിശുദ്ധ ഖുർആൻ ഇറക്കുകയാണെങ്കിൽ അത് പൊടി പൊടിയായി പേടിച്ച് വറക്കും എന്നൊക്കെ പഠിച്ചു അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ? ആ കലാമ് അത്രയും ഉറപ്പുള്ള മലയുടെ മേലിൽ ഇറങ്ങിയിട്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് അസുഖത്തിൻ്റെ മുമ്പിലാണ് അത് എന്താണ് പറയുക ജയിക്കാതിരിക്കുക? ഏത് അസുഖമാണ് ഖുർആനിൻ്റെ മുമ്പിൽ വിലങ്ങുതടിയായി നിൽക്കുക? ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അസുഖമല്ല. അപ്പോൾ സർവ്വ അസുഖങ്ങൾക്കും ശിഫയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹ്, നമ്മൾക്കതിന് യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സ 3 രൂപത്തിലായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സ 3 രൂപത്തിലാണ് എന്ന ഹദീസുകളുടെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ബിൽ അദ്വിയത്തി ത്വബീഇയ്യ, പ്രകൃതിപരമായ മരുന്നുകൾ കൊണ്ട്. ബിൽ അദ്വിയത്തി ത്വബീഇയ്യ, പ്രകൃതി ചികിത്സ നമ്മൾ പറയില്ലേ, അത് തന്നെ. 2 ബിൽ അദ്വിയത്തിൽ ഇലാഹിയ, ഇലാഹിയായ ചികിത്സകൾ, പടച്ചവൻ്റെ ഭാഗത്ത് കിട്ടിയ മരുന്നുകൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ഹദീസ്, ഖുർആൻ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, ദിക്റുകളൊക്കെ. പിന്നെ മൂന്നാമതൊരു ചികിത്സ രണ്ടും കൂടെ കൂടിയിട്ട്, ത്വബീഇയ്യായ അദീയ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ ചികിത്സയുണ്ടാവും, ശരിക്കും അലോപ്പതിയും ദിക്റും ഖുർആനും. ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചികിത്സ. ഇങ്ങനെ 3 രൂപമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സകൾ ഉണ്ടായിരുന്നത്. അൽ അദ്വിയത്തു ത്വബീഇയ്യ, അൽ അദ്വിയത്തുൽ ഇലാഹിയ, പിന്നെ അൽ മുറക്കബ് മിനൽ അംറൈൻ. ഈ 2 കാര്യങ്ങളോട് കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടും ചികിത്സിക്കുമായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് പ്രകൃതി ചികിത്സയോ അലോപ്പതിയോ ആയുർവേദമോ എന്തുവാണെങ്കിലും ചെയ്യാം. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ചികിത്സ കൂടെ, പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മളുടെ അസുഖങ്ങൾ മാറുന്നില്ല എന്നുള്ളതിൽ നമ്മളെ ഈ പരാതി, ഈ പറയപ്പെട്ട ആയത്തുകൾക്കൊക്കെ എതിരാന്ന് മനസ്സിലായി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനും എതിരാണ്. കാരണം അവിടെ നിന്ന് ഖുർആൻ കൊണ്ട് ചികിത്സിച്ചിരുന്നു എന്ന ഹദീസുകളിൽ കാണാം, അതുകൊണ്ട് ഭേദമായിരുന്നു എന്നും ഹദീസിൽ കാണാം. പിന്നെ നമ്മൾ ഭേദമാണില്ല എന്ന് പറഞ്ഞാലോ? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ആയിഷ റളിയല്ലാഹു അൻഹ ചികിത്സിക്കുകയാണ്. അപ്പോൾ എന്തോ അങ്ങനെ ഓതി മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആലിജീഹ ബി കിതാബില്ലാ, ആലിജീഹ, ആയിഷ നീ അവരെ ചികിത്സിക്കുക, ബി കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ചികിത്സിക്കുക, എന്നാൽ ഖുർആൻ ഓതിയിട്ട് ചികിത്സിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ രോഗങ്ങളെയും അതിൽ പെട്ടല്ലോ, ചികിത്സിക്കുന്നില്ല, ഇന്ന അസുഖം എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തിന്മേലും ഇത് ഓതി ഊതാറുണ്ടായിരുന്നു, രോഗിക്കും ഓതി കൊടുക്കാറുണ്ടായിരുന്നു, കുടുംബത്തിനും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുഅവ്വിദാത്തൊക്കെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു ഹദീസ് മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി. മഹദി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദസ്തക, എന്തെങ്കിലും അസുഖമുണ്ടായാൽ, വയ്യാതെയായാൽ, യഖ്റഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅവ്വിദാത്ത് അവിടുത്തെ ശരീരത്തിൽ ഊതുമായിരുന്നു, വയംഫതു, എന്നിട്ട് അതുകൊണ്ട് ഊതുമായിരുന്നു. അവസാന സമയത്ത്, വഫാത്തിൻ്റെ ഒക്കെ സമയത്ത് വല്ലാതെ വേദന വരുന്ന സമയത്ത് ആയിഷ ബീവി പറയാണ് റളിയല്ലാഹു അൻഹ, ഞാൻ അത് ഓതും, മുഅവ്വിദാത്ത് ഞാൻ ഓതും, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ അത് ഊതിയിട്ട് ആ കൈ കൊണ്ട് ഞാൻ തടവും, കാരണം ആ കൈയിനാണല്ലോ ബറക്കത്ത് കൂടുതൽ.
അതേപോലെ തന്നെ ആയിഷ ബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മരിള അഹദുൻ മിൻ അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും തൻ്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ നഫസ അലൈഹി ബിൽ മുഅവ്വിദാത്തി, മുഅവ്വിദാത്ത് ഓതിയിട്ട് ഊതുമായിരുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, അതിനാണല്ലോ മുഅവ്വിദാത്ത് എന്ന് പറയാം അല്ലേ. ലമ്മാ മരിള മാറല്ലാഹു അല്ലദീ മാത ഫീഹി, അവിടെ നിന്ന് വഫാത്തായ ആ അസുഖം പിടിപെട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അത് ഓതിയിട്ട് അവിടുത്തെ കൈകളിൽ ഊതി അതുകൊണ്ട് ഞാൻ തടവുമായിരുന്നു അവിടുത്തെ ശരീരം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഹദീസിലും ഖുർആനിലും ഉണ്ട് പരിശുദ്ധ ഖുർആൻ ശിഫയാണ്. നമ്മൾ പറഞ്ഞു മാറണില്ല. എന്താ അവിടെ സംഭവിച്ചത്? എന്താണ് പ്രശ്നം? സത്യത്തിൽ എന്താ പ്രശ്നം? പരിശുദ്ധ ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് സ്വീകരിക്കാൻ, അത് നമ്മുടെ ശരീരത്തിൽ ചേരാൻ നമ്മുടെ ശരീരത്തിന് യോഗ്യതയുണ്ടോ, നമ്മളതിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം തീരുമാനിക്കണം. ഇല്ലെങ്കിൽ ആ യോഗ്യത ഉണ്ടാക്കണം. ബാഹ്യശുദ്ധി എന്ന് നമ്മൾ പറയുന്ന വുളൂ ഇല്ലാതെ ഖുർആൻ തൊടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പുറം ശരീരം കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പുറം ശരീരം കൊണ്ട് തൊടണമെങ്കിൽ പോലും വുളൂ വേണം. അപ്പോൾ പിന്നെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ അവിടെയും ശുദ്ധി വേണ്ടേ? പുറം മാത്രം ശുദ്ധിയായാൽ മതി, ഉള്ളും ശുദ്ധിയാവണ്ടേ, കൽബ് ശുദ്ധിയാവണ്ടേ, മനസ്സ് ശുദ്ധിയാവണ്ടേ? എങ്ങനെയാണ് ശുദ്ധി ഉണ്ടാവുക? ആദ്യം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യണം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നതിന് മുമ്പ് വളരെ ക്ലിയറായ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യണം. അകവും പുറവും ശുദ്ധിയാക്കണം. ആരോടും ദേഷ്യം, പക, പോര്, അസൂയ ഇതൊന്നുമില്ലാത്ത, വെറുപ്പൊന്നുമില്ലാത്ത മനസ്സ് വേണം. ആ മനസ്സുള്ള ശരീരത്തിന് ഖുർആനും ദിക്റുകളും ഫലിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ തൗബയും ഇസ്തിഗ്ഫാറൊക്കെ ചെയ്തിട്ട് നമ്മളാകും അതിന് പാകപ്പെട്ടിട്ട് നീയത്ത് നന്നാക്കി ഉറച്ച വിശ്വാസത്തോടു കൂടെ ഖുർആൻ ഓതി നോക്കൂ. ഏത് അസുഖത്തിനാണ് ഓതിയത് അതിന് ശിഫ കിട്ടും തീർച്ചയാണ്. നല്ലത് നല്ലതിനോടെ ചേരൂ എന്നത് ഒരു പ്രാപഞ്ചിക തത്വമാണ്. നല്ലത് നല്ലതിനോടെ ചേരുള്ളൂ. ഖുർആൻ എന്ന അതിവിശിഷ്ടമായ ആ കലാം വിശിഷ്ടമായിടത്തേ ചേരൂ. മുസ്ഹഫ് നമ്മൾ ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെക്കുവോ, നിരത്ത് വെക്കുവോ, അരയുടെ താഴെപ്പുരം നമ്മൾ പിടിക്കൂല. നമുക്ക് ബഹുമാനമാണ്. അപ്പം അത് ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട സ്ഥലവും സമീപനം അതിനോട് വേണം. അതേപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സും ശരീരവുമായി ചേരാൻ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിനും മനസ്സും ശുദ്ധി വേണം. അപ്പോൾ ആ ഖുർആനിൻ്റെ ആ ഗുണത്തെ, വിശിഷ്ടമാണ് എന്ന ഗുണം നമ്മളും സ്വീകരിക്കുക, നമ്മളതുകൊണ്ട് ചികിത്സിക്കാൻ ഒരുങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗുണമുള്ള ആളുകളാവുക. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അത് ഖുർആൻ എന്ന ഈ ഒരു മരുന്നിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്. മറ്റെല്ലാ മരുന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ രോഗം മാറാൻ വേണ്ട മുൻകരുതലുകളും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്, ഇല്ലേ? ഷുഗറിന് മരുന്ന് കുടിക്കുന്ന ആളുകൾ, അവർ മരുന്ന് കുടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ല, അവർ ഭക്ഷണത്തിൽ നിയന്ത്രണം വെക്കും. കാരണം അത് അപ്പോഴേ മരുന്ന് എഫക്റ്റ് ചെയ്യുള്ളൂ. രാത്രി ചപ്പാത്തി കഴിക്കും, ചായയിൽ മധുരം ഇടില്ല, മധുരപലഹാരങ്ങൾ ഒഴിവാക്കും. എന്തിനാ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ചിട്ട പാലിക്കണമെന്ന്. ചിട്ട പാലിച്ചില്ലെങ്കിൽ ഈ മരുന്ന് കുടിച്ചിട്ട് മാത്രം ഷുഗർ മാറൂല. അപ്പോഴേ ശരീരം പാകപ്പെടുകയും ഈ കുടിക്കണ മരുന്ന് ഫലിക്കുകയും ചെയ്യുള്ളൂ. കൊളസ്ട്രോളാണ്, കൊളസ്ട്രോളിന് ഗുളിക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി കോഴിമുട്ടൻ്റെ മഞ്ഞ, അങ്ങനത്തെ വെള്ള, ഇറച്ചി, അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് ഒഴിവാക്കണം, റെഡ് മീറ്റ് കുറച്ച് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കും. അപ്പോഴേ നമ്മളെ ശരീരത്തിന് പാകപ്പെടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചികിത്സക്കും നമ്മളെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്താറുണ്ട്. എന്നിട്ട് നമ്മൾ മരുന്ന് കഴിക്കാറ്, ഗുളിക കഴിക്കാറ്. ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ആ ചിന്ത വരില്ല. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഓതിയിട്ടുണ്ട് പരിക്കില്ല എന്ന് പറയുകയും ചെയ്യും. അപ്പം ആദ്യം നമ്മൾ ശരീരത്തെ പാകപ്പെടുത്തണം, നിയന്ത്രിക്കണം. നമ്മൾ പാകപ്പെടണം. തൗബ ഇസ്തിഗ്ഫാർ ശരിക്കും ചെയ്യണം. ഖേദപ്രകടനം എന്നത് വെറും ഒരു ഖേദപ്രകടനം മാത്രമല്ല, ഇനി അത് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് ബാധ്യതകളുണ്ടെങ്കിൽ വീട്ടിൽ പൊരുത്തപ്പെടിപ്പിച്ച് റബ്ബിന് മുമ്പിൽ ചെന്ന് നമ്മൾ ആ വിഷയം പറഞ്ഞ് പരിഹരിക്കണം. അപ്പോഴേക്കാണ് അത് മാറുള്ളൂ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.